Today I'm going to talk about the introduction to the smart polymeric coatings. Just before you have heard about the concrete deterioration patterns, how it's occurring and all. And Damsur itself is giving many different kinds of solutions for this protective measures. Damsur ഒരുപാട് കോട്ടിങ്സ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. നിങ്ങളുടെ ഇതുവരെയുള്ള ടോക്കിലും നിങ്ങൾ ഈ കോൺക്രീറ്റ് പ്രൊട്ടക്ഷൻ മെഷേഴ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസിനെ കുറിച്ച് നിങ്ങൾ അറിയുകയും ചെയ്തു. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ടോക്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്മാർട്ട് പോളിമറിക് കോട്ടിങ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ നിലവിൽ നിങ്ങൾ പോളിയൂർത്തേൻ ബേസ്ഡ്, എപ്പോക്സി ബേസ്ഡ്, അക്രിലിക് ബേസ്ഡ്, അങ്ങനെ ഡിഫറെൻറ്റ് പോളിമറിക് മെറ്റീരിയൽസാണ് ഈ കോട്ടിംഗ് മെറ്റീരിയൽസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ഫ്യൂച്ചർ ടെക്നോളജി എന്നുള്ള നിലക്ക് എന്തൊക്കെ പോസിബിലിറ്റീസാണ് ഉള്ളത്, അതിൽ കറണ്ട് റിസർച്ച് എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഒരു ത്രോട്ട് പ്രൊവോക്കിംഗ് ടോക്കാണ് ഞാൻ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിപ്പോൾ ഓൾറെഡി ഇതിന് തൊട്ട് മുമ്പത്തെ ടോക്കിൽ നിങ്ങൾ മനസ്സിലാക്കി കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരു ഹെറ്ററോജിനസ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇറ്റ് ഹാസ് മെനി പോസ് ആൻഡ് ക്രാക്സ്. സോ ദർ ഇസ് എ ചാൻസ് ഫോർ ഇൻഗ്രസ് ഓഫ് വാട്ടർ, അല്ലേ? വെള്ളം അകത്തേക്ക് കയറി ഡിറ്ററേഷനൊക്കെ ഒരുപാട് സ്കോപ്പ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ പറയുന്നില്ല. കാരണം നമ്മൾ ഈ കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് പല ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിലായിരിക്കും. ചിലപ്പോൾ അത് ഹാർഡ് ആൻഡ് കൊറോസീവായിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ ആയിരിക്കും. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ ഹൗ വി ക്യാൻ പ്രൊട്ടക്ട് ദീസ് കോൺക്രീറ്റ് മെറ്റീരിയൽസ് എന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഈ കോൺക്രീറ്റ്സിൻ്റെ ഡ്യൂറബിലിറ്റി നമുക്ക് കൂട്ടാൻ കഴിയുക? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ വന്നു എന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും. കാരണം ഇപ്പോൾ നിലവിൽ പെർ ഇയർ 30 ബില്യൺ ടൺസ് ഓഫ് കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കൺസ്ട്രക്ഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻസിനെ കുറിച്ചിട്ട് പുതിയ പുതിയ മാർഗ്ഗങ്ങളെക്കുറിച്ച്, അഡ്വാൻസ്ഡ് ടെക്നോളജിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ കോൺക്രീറ്റിൻ്റെ ഡ്യൂറബിലിറ്റി കൂട്ടുക എന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് മേജർ സൊല്യൂഷൻസാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സപ്ലിമെൻ്ററി സിമെൻറ്റീഷ്യസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഓൾറെഡി വി ആർ യൂസിങ്, ഫ്ലൈ ആഷുകൾ, അതുപോലെ സിലിക്ക ഫ്യൂംസ് പോലെയുള്ള മെറ്റീരിയൽസ് ആസ് സച്ച് കോൺക്രീറ്റ് മോർട്ടാറിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിലവിലുള്ള സൊല്യൂഷനാണ്. അതുപോലെ തന്നെ ഈ വാട്ടർ സിമെൻറ്റ് റേഷ്യോ മോഡുലേറ്റ് ചെയ്തുകൊണ്ടും വി ക്യാൻ കൺട്രോൾ ദി ഡ്യൂറബിലിറ്റി ഓഫ് ദീസ് കോൺക്രീറ്റ് മെറ്റീരിയൽസ്. അതേപോലെ തന്നെ ഇൻ്റഗ്രൽ ആയിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽസ്, അതായത് നമ്മുടെ കോൺക്രീറ്റ് മോർട്ടാറിൻ്റെ കൂടെ ഇത്തരം വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ദാറ്റ് ക്യാൻ ബി ഡെൻസിഫയേഴ്സ് ടു control the density of this concrete mortar, and some hydrophobes can also be used. ഈ ഹൈഡ്രോഫോബിക് മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുണ്ടാവും. കാരണം അത് വാട്ടർ റിപ്പലിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ്. Two kinds of materials are there, hydrophilic and hydrophobic. These hydrophobic materials are meant for the water repulsion. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടറിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ അതിൻ്റെ ഡ്യൂറബിലിറ്റി സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള അഡ്മിനിക്സ്റ്റേഴ്സ്, മേ ബി സം മെറ്റൽസ് ഓർ മെറ്റൽ സോൾസ് ആൻഡ് സം അതർ ഇനോർഗാനിക് മെറ്റീരിയൽസ് ആർ ആൾസോ യൂസിങ് അലോങ് വിത്ത് ദീസ് കോൺക്രീറ്റ് മെറ്റീരിയൽസ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള കോട്ടിംഗ്, സർഫസ് മെറ്റീരിയൽസ്, മെംബ്രെയിൻസ്, അതുപോലെയുള്ള മെറ്റീരിയൽസും ഉണ്ട്. അതിൽ തന്നെ നിങ്ങളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന അക്രിലിക് ബേസ്ഡ് ആയിരുന്നാലും അതുപോലെ പോളിയൂർത്തേൻ ബേസ്ഡ് ആയിട്ടുള്ള, എപ്പോക്സി ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും ഉണ്ട്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പ്രകൃതിയിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഐഡിയാസൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരാം. ഏറ്റവും ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് വളരെ ഫെമിലർ ആയിട്ടുള്ള, നമ്മളെപ്പോഴും കാണുന്ന ഒരു നാച്ചുറൽ ഫിനോമിനനാണ്, അല്ലേ? നമ്മുടെ ലോട്ടസ്, അല്ലേ? താമരയുടെ ഇല എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് നമ്മൾ വെള്ളം അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വെള്ളം എന്താണ്, ഒരു ഗ്ലോബ്യൂൾ പോലെ പെർഫെക്റ്റായിട്ട് തീരെ വെറ്റ് ചെയ്യില്ല, അല്ലേ? അത് വാട്ടർ റിപ്പല്ലിംഗ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അത് എന്തുകൊണ്ടായിരിക്കും? ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഡ്യൂ ടു ദാറ്റ് മെറ്റീരിയൽസ് മെയ്ഡ് ഓഫ്, മാത്രമല്ല എന്താണ്, അതിൻ്റെ സർഫസിൽ ദർ ആർ മെനി ഇംപെർഫെക്ഷൻസ്,
ദർ ആർ സം പെക്സ്. നമ്മൾ ഈ ശരശയ്യ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ മേലോട്ട് ഇങ്ങനെ ഒരുപാട് ഇംപെർഫെക്ഷൻസ് യു ക്യാൻ സി. അതുകൊണ്ടും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ വാട്ടർ റിപ്പല്ലിംഗ് പ്രോപ്പർട്ടി ഇത്തരം ലോട്ടസ് കാണിക്കുന്നത്. ദെൻ ഹൗ വി ക്യാൻ മിമിക് ദിസ് മെറ്റീരിയൽസ്, നമുക്ക് എങ്ങനെയാണ് ഇതിനെ മിമിക് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ട് സയൻറ്റിസ്റ്റുകൾ അന്വേഷണം നടത്തി. അങ്ങനെയാണ് ഒരുപാട് നാനോ സ്ട്രക്ചേർഡായിട്ടുള്ള സർഫസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചത്. അതിനു വേണ്ടിയിട്ട് നാനോ ടെക്നോളജി ഉപയോഗപ്പെടുത്തി, അല്ലേ? നാനോ ടെക്നോളജി എന്ന് പറയുന്നത് ഇന്ന് വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അത്തരം മെറ്റീരിയൽസ് നമ്മുടെ സർഫസ് കോട്ടിങ്ങിൽ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനം ഈ ഫാബ്രിക്കേഷൻ ഓഫ് സൂപ്പർ ഹൈഡ്രോഫോബിക് കോൺക്രീറ്റ് എന്നുള്ളതാണ്. ഈ സൂപ്പർ ഹൈഡ്രോഫോബിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ വാട്ടർ റിപ്പല്ലിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ്. ഈ ഹൈഡ്രോഫോബിക് മെറ്റീരിയൽസിൽ തന്നെ അതിൻ്റെ വാട്ടർ കോണ്ടാക്റ്റ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സർഫസിലേക്ക് ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് വെക്കുകയാണെങ്കിൽ there will be some spherical shapes. ആ സ്ഫെറിക്കൽ ഷേപ്പും ആ സർഫസുമായിട്ടുള്ള ആംഗിളാണ് എന്ത് ചെയ്യുന്നത്, ആക്ച്വലി നമ്മൾ വാട്ടർ കോണ്ടാക്റ്റ് ആംഗിൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിൽ 90 ഡിഗ്രിനേക്കാൾ കൂടുതൽ ഒരു മട്ടത്രികോണം അതിനേക്കാൾ കൂടുതലാണ് എങ്കിൽ അത് ഹൈഡ്രോഫോബിക് ആയിരിക്കും. അതല്ല 150 എബോവ് ആണെങ്കിൽ എന്തായിരിക്കും, ദാറ്റ് വിൽ ബി സൂപ്പർ ഹൈഡ്രോഫോബിക് മെറ്റീരിയൽസ്. അപ്പോൾ അത്തരം സൂപ്പർ ഹൈഡ്രോഫോബിക് മെറ്റീരിയൽസ് ഇത്തരം കോട്ടിങ്സിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഹാവിങ് മെനി വെരി ഗുഡ് ഫങ്ഷണാലിറ്റീസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലെയർ ബൈ ലെയർ കോട്ടിങ് കൊടുക്കാം, അല്ലെങ്കിൽ സ്പ്രേ കോട്ടിങ് കൊടുക്കാം, അല്ലെങ്കിൽ ഡിപ്പ് കോട്ടിങ് കൊടുക്കാം, അല്ലെങ്കിൽ ടെംപ്ലേറ്റിംഗ് മെറ്റീരിയൽസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ മെറ്റീരിയൽസിൻ്റെ സർഫസ് മോഡിഫിക്കേഷൻ ചെയ്യാം. അതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ മെറ്റീരിയൽസിൻ്റെ ബൾക്ക് മോഡിഫിക്കേഷൻ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പോളിമെറിക് പെയിൻസോ കോട്ടിങ്ങോ എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ മെട്രിക്സിലേക്ക് തന്നെ ഇത്തരം സൂപ്പർ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാം. അങ്ങനെ ഡിഫറെൻറ്റ് മെത്തഡോളജിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മെറ്റീരിയൽസിൻ്റെ സൂപ്പർ ഹൈഡ്രോഫോബിക് ആക്കിയിട്ട് മാറ്റാം. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ മാത്രം കാണിച്ച് തന്നിരിക്കുകയാണ്. ഇവിടെ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ബിസ്മത്ത് ഓക്സി ഹാലൈഡ്സ് ഒരു കാറ്റഗറിയാണ്. അവിടെ മേലെ കൊടുത്തിട്ടുണ്ട്, ഒരു ബിസ്മത്ത് എന്ന് പറയുന്ന ഇറ്റ്സ് എ മെറ്റൽ, അതിൻ്റെ ഓക്സി ഹാലൈഡ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതെന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ നാനോ ഡയമെൻഷനാണ്, നമുക്ക് കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൊല്യൂഷൻ പോലെ നമുക്ക് നമ്മുടെ സർഫസിൽ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. ബട്ട് ദർ വിൽ ബി മെനി ഇംപെർഫെക്ഷൻസ്, ചെറിയ ഇംപെർഫെക്ഷൻസ് അതുണ്ടാവും. അത് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വാട്ടർ കോണ്ടാക്റ്റ് ആംഗിൾ ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി 169 ഡിഗ്രി എന്ന് വെച്ചാൽ അത് ഹൈലി സൂപ്പർ ഹൈഡ്രോഫോബിക് ആണ്. അതെന്ത് ചെയ്യും, ഈസിലി ഇതുപോലെയുള്ള ഡേർട്ട് മെറ്റീരിയൽസിനെ, ഓർഗാനിക് മാറ്റേഴ്സിനെ, സം അതർ കെമിക്കൽസിനൊക്കെ എന്ത് ചെയ്യും, അതിൻ്റെ സർഫസിൽ നിന്നും റിപ്പൽ ചെയ്യും. ദെൻ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ ഇതൊരു റൂഫ് കോട്ടിങ്ങിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഇതുപോലെയുള്ള മെറ്റീരിയൽസിനകത്ത് റിപ്പൽ ചെയ്യുന്നതോടുകൂടി ഈ പറഞ്ഞ കൊറോഡീവായിട്ടുള്ള മെറ്റീരിയൽസ് ഈ വാട്ടറിൻ്റെ കൂടെ ഈ കോൺക്രീറ്റിൻ്റെ അകത്തേക്ക് വരികയും ആ ഡിറ്ററേഷൻ ചെയ്യുന്നത് നമുക്ക് തടയാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ ദർ ആർ മെനി സ്മാർട്ട് കോട്ടിങ്സ്. ഇതാണ് ഞാൻ ഇന്നത്തെ ഇത് ആക്ച്വലി നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് ഇട്ട് തരാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കമ്മിങ് ഫ്യൂച്ചറിൽ അത് വൈഡായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ടെക്നോളജീസാണിത്. ഒന്ന് സെൽഫ് ക്ലീനിങ് ആണ്, അതുപോലെ ആൻറ്റി ഫൗളിംഗ്, ആൻറ്റി മൈക്രോബിയൽ ആൻഡ് ആൻറ്റി ഫോഗിങ് ആൻഡ് ആൻറ്റി ഐസിങ് ആൻഡ് ഫയർ റിട്ടാർഡൻറ്റ് സർഫസസ്. ബൈ യൂട്ടിലൈസിങ് ദീസ് ടൈപ്പ് ഓഫ് many kinds of smart polymers we can achieve this type of smart coatings. ഒന്ന് സെൽഫ് ക്ലീനിങ് ആണ്. സെൽഫ് ക്ലീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ we don't want to use any type of detergent or any other washing materials to clean the surface. If you just pour or just by the rain, ഒരു മഴ പെയ്യുമ്പോഴേക്ക് ആ സർഫസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യപ്പെടുന്നു, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കും, നമുക്ക് ഒരുപാട് കാലം അത് വളരെ ക്ലീൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ആൻറ്റി ഫൗളിങ്, ഓർഗാനിക് ആയിട്ടുള്ള മാറ്റേഴ്സ് ഈ സർഫസിൻ്റെ മേലെ പറ്റിപ്പിടിക്കുന്നത് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ആൻറ്റി മൈക്രോബിയൽ ആൻഡ് ആൻറ്റി ഐസിങ് വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്സ്. വൺ ഓഫ് സ്പെഷ്യൽ സ്മാർട്ട് കോട്ടിംഗ് ഈസ് സെൽഫ് ക്ലീനിങ് കോട്ടിംഗ്. നേരത്തെ പറഞ്ഞു, ആ സർഫസിൽ ഒരു ഡേർട്ട് മെറ്റീരിയൽ വരുന്നു, അത് സെൽഫായിട്ട് എന്ത് ചെയ്യുന്നു, വെള്ളം ഒഴുക്കുന്നതോടുകൂടി ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും, അല്ലേ? ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് വരുന്നു, ആ ഡേർട്ട് മെറ്റീരിയൽ ആ വെള്ളത്തിൻ്റെ കൂടെ ഒഴുകി പോകുന്നു, ആ സർഫസ് വളരെ ക്ലീൻഡായിട്ട് വരുന്നു. അതേപോലെ തന്നെ ചില സ്പെഷ്യൽ നാനോ പാർട്ടിക്കിൾ, ഫോർ എക്സാമ്പിൾ ഈവൻ ടൈറ്റാനിയം ഡയോക്സൈഡ്, ഇറ്റ് ഇസ് വെരി ഫെമിലിയർ.
ടൈറ്റാനിയം ഡയോക്സൈഡ് നമ്മളെ കോട്ടിംഗ് മെറ്റീരിയലിൻ്റെ സർഫസിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദറ്റ് ടൈറ്റാനിയം ഡയോക്സൈഡ് ഇറ്റ് സെൽഫ് റിയാക്ട് ഓർ ഡീഗ്രേഡ് ദറ്റ് ഡർട്ട് മെറ്റീരിയൽസ് ആൻഡ് then we can wash out that material with the water. വളരെ that is by the photocatalytic activity. Titanium dioxide have some photocatalytic activity. That means in presence of the sunlight that can trigger some reactions. അങ്ങനെ എന്ത് ചെയ്യും, നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് നടക്കും. അതുപോലെ മറ്റൊന്നാണ് ആൻറ്റി ഫിംഗർ പ്രിൻറ്റ് കോട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മൾ വളരെ സ്മൂത്തായിട്ടുള്ള ചില സർഫസിൽ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയിൻ്റെ ഫിംഗർ പ്രിൻ്റ് അവിടെ കാണാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലി ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് അവിടേക്ക് വരുമ്പോഴേക്കും അവിടെ പറ്റി പിടിക്കും. ദാറ്റ് ക്യാൻ ആൾസോ വി ക്യാൻ മിനിമൈസ് ബൈ യൂട്ടിലൈസിങ് സം സർഫസ് മോഡിഫിക്കേഷൻ. ഇതിൽ മറ്റൊന്നാണ് ആൻറ്റി ഫോഗിങ് കോട്ടിങ്സ്. ആൻറ്റി ഫോഗിങ് കോട്ടിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹ്യൂമിഡായിട്ട കണ്ടീഷനിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൻ്റെ താഴെ എന്ത് ചെയ്യും, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഈ സർഫസിൻ്റെ മേലെ പറ്റി പിടിക്കും. അതായത് നമ്മുടെ സർഫസിൻ്റെ മേലെ പറ്റി പിടിക്കും. അത് എപ്പോഴും നമുക്ക് വിസിബിൾ ആവുക ചിലപ്പോൾ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഗ്ലാസിൻ്റെ പുറത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ ഗ്ലാസിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ മൊബൈലിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ട് ഇങ്ങനെ ഒരു ഫോഗിങ് എഫക്റ്റ് ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ പെയിൻറ്റ് അപ്ലിക്കേഷൻസിൽ കോട്ടിംഗ് അപ്ലിക്കേഷൻസിലൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്കത് വിസിബിൾ ആവില്ല. പക്ഷേ അതെന്ത് ചെയ്യും, അതൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ മെറ്റീരിയൽസിനെ ഈ നമ്മൾ എന്താണ് കോട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡിറ്റീറിയേഷന് വേണ്ടിയിട്ട് ഉണ്ടാകും.